ഹലോ. നമ്മൾ ബിസിനസ് ചെയ്യുന്ന അധിക പേരും ഫേസ് ചെയ്യണ ഒരു വലിയൊരു പ്രോബ്ലമാണ്. പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നു, എൻക്വയറി ചെയ്യുന്നു. നമ്മളുടെ പ്രൈസ് കേട്ട് കഴിയാൻ നേരത്ത് അവർ പിന്നെ റിപ്ലൈ ഒന്നുമില്ല. പിന്നെ അവരങ്ങോട്ട് പോകലാണ് സാധാരണ പതിവ്. എന്താണ് ഇതിൻ്റെ കാരണം എന്ന് പലരും വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. പല കാരണങ്ങളും ഉണ്ട്. എല്ലാ സമയത്തും നമ്മളുടെ കസ്റ്റമർ വില കേട്ടതിന് ശേഷം അതല്ലെങ്കിൽ ആ കോൾ ടു ആക്ഷൻ നിങ്ങൾ പറഞ്ഞു, ഇന്ന അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ പ്രൈസ് പറയുന്നു, ഇതിൽ പേ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് നിങ്ങളുടെ അടുത്ത് എത്തിക്കും, കൊറിയർ ചെയ്യും, എന്താണോ അത് നിങ്ങളങ്ങോട്ട് പറഞ്ഞതിന് ശേഷം പിന്നെ അവർ അങ്ങോട്ട് ഡിസപ്പിയർ ആകുന്നു. അവരുടെ മെസ്സേജ് അവർ കാണുന്നുണ്ട്, പക്ഷേ നമുക്ക് വേറെ റിപ്ലൈ ഒന്നും കിട്ടണില്ല. അധിക സമയവും ഇത് സംഭവിക്കണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് ഇൻട്രസ്റ്റഡ് ആയിരിക്കും, നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്യണില്ല. അതാണ് മെയിൻ പ്രോബ്ലം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോണ കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ്. നമ്മൾ ആ മെസ്സേജ് അയച്ചതിന് ശേഷം അവർ നമുക്ക് റിപ്ലൈ തന്നില്ലെങ്കിലും ഒരു ഫോളോ അപ്പും കൂടി നമ്മൾ നടത്തണം. പലരും ഇത് ചെയ്യാറുണ്ട്, പക്ഷേ അവർ ചെയ്യണ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 2 ലെറ്ററിലൊക്കെ ചുമ്മാ മെസ്സേജ് അയക്കലാണ്. അതല്ല, അതിന് കൃത്യമായിട്ടുള്ളൊരു ഫോർമാറ്റ് ഉണ്ട്. ഞാൻ സ്ക്രീനിൽ അത് കൊടുക്കാം. കൃത്യമായിട്ടുള്ള ഈ ഫോർമാറ്റ് ഫോളോ ചെയ്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓർഡർ വരും. എല്ലാവരും എൻക്വയറി ചെയ്ത് നമുക്ക് റിപ്ലൈ തരാത്ത എല്ലാവരും നമ്മുടെ അടുത്തുനിന്ന് വാങ്ങുന്നല്ല, ഒരു നിശ്ചിത പെർസെൻറ്റേജ് തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങിച്ചിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ആ ഫോളോ അപ്പ് മെസ്സേജ് എന്ന് നോക്കാം. ആദ്യം തന്നെ അത് ഈ മെസ്സേജ് ക്രാഫ്റ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു റിമൈൻഡർ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഓൺലൈനിലൊക്കെ ആണെങ്കിൽ നമ്മുടെ വാട്സപ്പിൻ്റെ ചാറ്റ് ഹിസ്റ്ററിയൊക്കെ ചിലവരുടെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവും, ചിലവരുടെ ഫോൺ പോയിട്ടുണ്ടാവും, അപ്പോൾ അവർ മറന്നു പോയിട്ടുണ്ടാവും ഈ ഹിസ്റ്ററി കാണാത്തതുകൊണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ റിമൈൻഡർ സെറ്റ് ചെയ്യുക. റിമൈൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്ന് ഓർമ്മപ്പെടുത്തുക, നിങ്ങൾ ഇന്ന പ്രൊഡക്റ്റ് ഇന്ന സർവീസ് ഞങ്ങളുടെ അടുത്ത് എൻക്വയറി ചെയ്തിരുന്നു, അതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ട് മെസ്സേജ് അയക്കുന്നതാണ്. അത് ഒന്നാമതായിട്ട് കൊടുക്കാം. അപ്പോൾ അവർക്ക് മനസ്സിലാവും, ഓക്കെ ഇന്നതിൻ്റെ ഫോളോ അപ്പാണ്. ചാറ്റ് ഹിസ്റ്ററി ചിലവർ ഉണ്ടെങ്കിൽ അവർക്ക് ഓൾറെഡി പെട്ടെന്ന് തന്നെ മനസ്സിലാവും നമ്മളുടെ ചാറ്റ് ഹിസ്റ്ററി കാണുമ്പോൾ തന്നെ. അതല്ലാത്ത പെട്ടെന്ന് തന്നെ അത് ഡിസപ്പിയർ ആയി പോകുന്ന മെസ്സേജൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ നമുക്ക് വാട്സപ്പിൽ ഡിസപ്പിയർ മെസ്സേജൊക്കെ ഓൺ ചെയ്തിടാം. അപ്പോൾ അങ്ങനെ പോയിട്ടുള്ളവർക്ക് അത് പെട്ടെന്ന് തന്നെ ബ്രെയിനിൽ കിട്ടും, ഓക്കെ ഞാൻ ഇന്ന പ്രൊഡക്റ്റിന് എൻക്വയറി ചെയ്തിരുന്നു. ഇനി രണ്ടാമതായിട്ട് ഈ ഫോളോ അപ്പ് മെസ്സേജിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ് ഒരു അർജൻസി ക്രിയേറ്റ് ചെയ്യണം. അതായത് ഒരു 5 പീസും കൂടിയാണ് ആ പ്രൊഡക്റ്റ് നമ്മുടെ അടുത്തുള്ളൂ, 5 യൂണിറ്റും കൂടിയേ ലെഫ്റ്റ് ആയിട്ടുള്ളൂ, വെറും 5 യൂണിറ്റ്. അല്ലെങ്കിൽ ആ കസ്റ്റമർ ചോദിച്ചാൽ, നിങ്ങൾ ചോദിച്ചാൽ ആ പിങ്ക് കളറ് 2 മാത്രമാണ് ഞങ്ങളുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളൂ, അപ്പോൾ അത് തീരാറായി, അതുകൊണ്ട് ഞങ്ങൾ മെസ്സേജ് അയച്ചതാണ്, അപ്പോൾ പെട്ടെന്ന് ഓർഡർ തരാം. ഇത് രണ്ടാമതായിട്ട് സെറ്റ് ചെയ്യണം. ഇനി മൂന്നാമതായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോണസ് കൊടുക്കുക. പ്രത്യേകിച്ച് ഹൈ വാല്യൂ പ്രൊഡക്റ്റുകളൊക്കെ സെല്ല് ചെയ്യുന്നവർ എന്തെങ്കിലും ബോണസ് കൊടുക്കുക, എന്തെങ്കിലും ഫ്രീ ആയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഫ്രീ ആയിട്ടുള്ള അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കണ്ടീഷനോട് കൂടിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇന്ന് തന്നെ ഓർഡർ ചെയ്യുന്ന കസ്റ്റമറാണ് നിങ്ങളെങ്കിൽ, ഇന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഒരു ഫ്രീ ഗിഫ്റ്റും കൂടിയും വരുന്നുണ്ട്. ഇന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഒരു 5% ടോട്ടൽ ബില്ലിൽ നിങ്ങൾക്ക് കുറവുണ്ടായിരിക്കും. ഒരു 10% അത് എത്രയാണോ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് ആ ചെറിയൊരു ഡിസ്കൗണ്ടും കൂടി കൊടുക്കുക. പക്ഷേ വെറുതെ ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കില്ല, വിത്ത് കണ്ടീഷനാണ്. അതായത് ഇന്ന് ഓർഡർ ചെയ്താൽ മാത്രമാണ് കിട്ടുള്ളൂ. അപ്പോൾ ഇതും കൂടി ക്രാഫ്റ്റ് ചെയ്യുക. പിന്നെ അവസാനമായിട്ട് ആ മെസ്സേജിൽ നിങ്ങൾ കൊടുക്കേണ്ടത് ഒന്നും കൂടി കോൾ ടു ആക്ഷൻ കൊടുക്കുക. അതായത് എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യണം, ഇത്ര രൂപയാണ്, ഡിസ്കൗണ്ടും കൂടി കഴിച്ചിട്ട് ഇത്ര രൂപ നിങ്ങൾ ഇന്ന പേയ്മെൻറ്റ് ലിങ്കിൽ അല്ലെങ്കിൽ ഇന്ന ബാങ്ക് അക്കൗണ്ടിൽ ഇന്ന ഗൂഗിൾ പേയിൽ നിങ്ങൾ ചെയ്യുക. ഈ അവസാന കോൾ ടു ആക്ഷനും കൂടി സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ കസ്റ്റമർക്ക് ഒന്ന് അയച്ചു നോക്കുക. അവർ റിപ്ലൈ തരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു നിശ്ചിത വിഭാഗം കസ്റ്റമർ ഓർഡറും തരും. ഇത് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മറ്റേതിനേക്കാളും വളരെ പവർഫുള്ളാണ്. ഏത് വെറുതെ ഹായ് ഹലോ എന്ന് പറഞ്ഞ് നമ്മൾ മെസ്സേജ് അയക്കുന്നതിനേക്കാളും പവർഫുള്ളാണ്. കാരണം ഇവിടെ ഈ ഓഫർ പവർഫുള്ളായിട്ടുള്ള ഒരു ഓഫറാണ് അവരുടെ മുമ്പിലേക്ക് ചെന്നേക്കുന്നത്. 4 പീസാണ് ആകെ ബാക്കിയുള്ളൂ, അല്ലെങ്കിൽ 2 കളറാണ്, ആ കളറിൻ്റെ 2 പീസാണ് ഇനി ബാക്കിയുള്ളൂ. ഇന്ന് തന്നെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഒരു 10% ഡിസ്കൗണ്ട് കിട്ടും, അല്ലെങ്കിൽ ചെറിയൊരു ഗിഫ്റ്റ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ആ കസ്റ്റമറുടെ മൈൻഡിൽ ഒരു അർജൻസി ക്രിയേറ്റ് ചെയ്യപ്പെട്ടേക്കാണ്. അധിക സമയം പ്രൊഡക്റ്റും സർവീസും മോശമായതുകൊണ്ടല്ലായിരിക്കാം അവർ അത് വാങ്ങാതിരിക്കുന്നത്. ചിലപ്പോൾ സാലറി കിട്ടിയതിന് ശേഷം ആകാം, അല്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ടാകാം, അതല്ലെങ്കിൽ രാവിലെ ആയിരിക്കും അവർ എൻക്വയറി ചെയ്യണേ, ജോലിയൊക്കെ കഴിഞ്ഞു എന്ന് വൈകുന്നേരം ഫ്രീ ആകുമ്പോൾ ഒന്നും കൂടി അവരെ കോൺടാക്ട് ചെയ്യാം, പക്ഷേ മറന്നു പോയിട്ടുണ്ടാവും. പല കാരണങ്ങൾ കൊണ്ടായിരിക്കും അവരിത് വാങ്ങാതിരിക്കുന്നത്. എപ്പോഴും പ്രൊഡക്റ്റിൻ്റെയും അല്ലെങ്കിൽ വില കൂടിയത് കൊണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നും ആയിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ ഇത്തരം ചില സ്വാഭാവികമായിട്ടുള്ള റീസൺസ് കൊണ്ടായിരിക്കും അവർ ആ സമയത്ത് വാങ്ങാതിരിക്കുക. പിന്നീട് അവരതങ്ങ് മറന്നു പോകും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവർ വാങ്ങിയില്ലെങ്കിൽ
പിന്നെ ഒരിക്കലും ചിലപ്പോൾ അവർ വാങ്ങാൻ പോകണില്ല. കാരണം പിന്നീട് നമ്മൾ ഫോളോ അപ്പ് കാര്യങ്ങളൊന്നും ചെയ്യണില്ലല്ലോ. അധികം ആളുകളും ചെയ്യണ അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ മെസ്സേജ് ആദ്യത്തെ മെസ്സേജ് ഉണ്ടല്ലോ, ഇന്ന അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള കോൾ ടു ആക്ഷനിൽ അങ്ങ് നിർത്തും. കോൾ ടു ആക്ഷൻ വരെ ചെന്നിട്ട് അങ്ങോട്ട് നിർത്തും. അതായത് പിന്നീട് കസ്റ്റമർ ഏതായാലും ഇതൊക്കെ കണ്ടല്ലോ, ഇനി വേണമെങ്കിൽ കസ്റ്റമറായിട്ട് പേ ചെയ്യട്ടെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കിയത്തെ ഡീല് ചെയ്യാം. നമ്മുടെ മെസ്സേജ് കണ്ടിട്ട് അവർ റിപ്ലൈ തന്നെ ഇല്ലല്ലോ. ഇത് മറ്റ് കാര്യങ്ങളിലൊക്കെ ഓക്കെ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലൊക്കെ ഇത് വേണമെങ്കിൽ അപ്ലൈ ചെയ്തോ. പക്ഷേ ബിസിനസ്സിൽ വരാൻ നേരത്ത് നമ്മളുടേതായിട്ടുള്ളൊരു ഫോളോ അപ്പ്, ഈ കസ്റ്റമർ മറുപടി തന്നില്ലെങ്കിലും നമ്മളുടെ ഒരു ഫോളോ അപ്പ് മെസ്സേജ് തീർച്ചയായിട്ടും ചെന്നിരിക്കണം. ഒരു നിശ്ചിത പെർസെൻറ്റേജ് കൺവേർട്ട് ആകും അവിടെ. കാരണം നമ്മൾ അർജൻസി അടക്കം ക്രിയേറ്റ് ചെയ്തേക്കുക. ഹലോ ഇത് വേണോ എന്നല്ല, ചുമ്മാ ഹായ് ഇത് നിങ്ങൾക്ക് വേണോ എന്ന് അയക്കല്ല നമ്മൾ. ആ ഓഫർ കുറച്ചും കൂടി പവർഫുൾ ആക്കിയതിന് ശേഷം നമ്മൾ അയക്കുകയാണ്. അവിടെ നമ്മൾ അർജൻസി ക്രിയേറ്റ് ചെയ്തു, സ്കേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്തു, അതേപോലെ തന്നെ ഒരു റിമൈൻഡർ കൊടുത്തു, അവസാനം ഒരു കോൾ ടു ആക്ഷനും കൂടി കൊടുത്തിട്ടാണ് നമ്മൾ ഈ മെസ്സേജ് കസ്റ്റമർക്ക് അയച്ചേക്കുന്നത്. തീർച്ചയായിട്ടും ഒരു നിശ്ചിത വിഭാഗം കസ്റ്റമർ നിങ്ങൾക്ക് മറുപടി തന്നിരിക്കും. അറ്റ്ലീസ്റ്റ് ഓക്കെ എൻ്റെ അടുത്ത് ഇപ്പോൾ പേയ്മെൻ്റ് ഇല്ല, എനിക്ക് അടുത്ത ദിവസം അറേഞ്ച് ചെയ്യാൻ പറ്റും, അപ്പോൾ നാളത്തേക്കും കൂടി ഈ ഓഫർ ഒന്ന് നീട്ടി തരുമോ എന്ന് ചില കസ്റ്റമേഴ്സ് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്കത് പറ്റുമെങ്കിൽ നിങ്ങൾ കൊടുക്കാം. അപ്പോൾ പലർക്കും പല പ്രൊഡക്റ്റുകൾ അവർ എൻക്വയറി ചെയ്യണത് അവർക്ക് ആവശ്യമുണ്ടാകും, പക്ഷേ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും വാങ്ങാത്തത്. സാലറി കിട്ടട്ടെ അല്ലെങ്കിൽ കുറച്ച് കഴിയട്ടെ അങ്ങനെയൊക്കെ ഓർത്തിട്ട് പലരും വാങ്ങാതിരിക്കുന്നുണ്ട്. ഇനി ഇത് നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഓർഡർ വന്നില്ലെങ്കിലാണ് ഒരുപാട് എൻക്വയറി വരുന്നുണ്ട്. നമ്മളിതെല്ലാം ചെയ്തു, ഓഫർ ഡിസ്കൗണ്ട് എല്ലാം കൊടുത്തു, എന്നിട്ടും കസ്റ്റമർ വാങ്ങണില്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമായിരിക്കും. ചിലപ്പോൾ പ്രൈസ് ആയിരിക്കും, നിങ്ങളുടെ പരസ്യം ചെന്നെത്തണത് റോങ് ഓഡിയൻസിലായിരിക്കും ചിലപ്പോൾ. അതായത് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഒരു ഇത്ര വിലയുള്ള ഒരു പ്രൊഡക്റ്റാണ്, പക്ഷേ നിങ്ങൾ വളരെ സാധാരണക്കാരെയാണ് ടാർഗറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ഒരു പക്ഷേ ആ വില താങ്ങാൻ പറ്റില്ല. നേരെ തിരിച്ചു ആകാം, നിങ്ങളുടെ വളരെ ചീപ്പായിട്ടുള്ള പ്രൊഡക്റ്റാണ്, നിങ്ങളുടെ പരസ്യം പോകുന്നത് ഹൈ എൻഡിലുള്ള ആളുകൾക്കാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കുറഞ്ഞ വിലയായതുകൊണ്ട് അവരുടെ മൈൻഡിൽ ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും, ഓ ഇത് ലോ ക്വാളിറ്റി ആണോ എന്നുള്ളൊരു സംശയം ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ റൈറ്റ് ഓഡിയൻസിലേക്കാണോ പരസ്യം പോകണമെന്നുള്ളത് പിന്നീടുള്ള അവസരങ്ങളിൽ നിങ്ങൾ ചെക്ക് ചെയ്യും. ഇതെല്ലാം ചെയ്തിട്ടും നിങ്ങൾക്ക് ഓർഡർ വന്നില്ലെങ്കിൽ. അപ്പോൾ മസ്റ്റായിട്ടും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോളോ അപ്പ് മെസ്സേജ് നിങ്ങൾ തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം. ഹായ് ഹലോ അല്ല, ഇന്ന് പറഞ്ഞ പോലെ കൃത്യമായിട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ട് തന്നെ നിങ്ങളുടെ ഫോളോ അപ്പ് മെസ്സേജ് കൊടുക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓർഡർ വരും. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.